നമസ്കാരം. കേരളത്തിൽ എന്ത് മാറ്റമുണ്ടായി എന്ന് പറയേണ്ടത് ഭരിക്കുന്നവരല്ലോ. ആ ഭരണം കൊണ്ട് ഏത് മേഖലയിലാണോ നിൽക്കുന്നത് അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവരാണ്. അല്ലാതെ നമ്മൾ എല്ലാ ദിവസവും മാറി മാറി എന്നൊക്കെ പറയുമ്പോൾ ചിലരെ സംബന്ധിക്കുന്നിടത്തോളം ഇത് മറ്റേ PR പണിയാണെന്നുള്ള നിലയ്ക്ക് പ്രചരിപ്പിക്കും. ആ നിലയ്ക്ക് കേരളത്തിൻ്റെ ഒരു മാറ്റത്തെക്കുറിച്ച് ഒരു പ്രമുഖ വ്യവസായിയായിട്ടുള്ള ജോൺ കുര്യാക്കോസ്, അതായത് വിൻസൈഡൽ ദന്തൽ കെയർ MD ആയിട്ടുള്ള ജോൺ കുര്യാക്കോസ് പറഞ്ഞ വാചകങ്ങളുണ്ട്. ദ ക്യൂ എന്ന ചാനലിന് അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം കേരളത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പ്രചരിപ്പിക്കുന്നത് ഈ നാട്ടിലെ ചില കുബുദ്ധികളാണ്. ആ കുബുദ്ധികളെക്കുറിച്ചാണ് ഇനി ഈ നാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ നാടിന് പുരോഗതിയാണ് വരേണ്ടത്. കാര്യം ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും ഇവിടുത്തെ സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വളർച്ചയനുസരിച്ച് ഗുണഫലം കിട്ടണം. പക്ഷെ അത്തരം മാറ്റങ്ങൾ കൊണ്ടുവന്നാലും അതൊരിക്കലും അംഗീകരിക്കാതെ അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഈ കുപ്രചരണക്കാരെ തുറന്നു കാട്ടുന്നതാണ് വിൻസൈഡൽ MD ഈ പ്രതികരണം. കേട്ടുവരും. ഇന്നത്തെ നമ്മുടെ വ്യവസായ മന്ത്രി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം ഏതൊരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു പരിഹാരം അദ്ദേഹം ഉണ്ടാക്കി തരുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞു ഒരു സൊല്യൂഷൻ ഉണ്ട്. എന്ത് മാറ്റം വന്നിട്ടുണ്ട് പഴയതിനെ അപേക്ഷിച്ച്, വളരെയേറെ മാറ്റം വന്നിട്ടുണ്ട്. 14 പ്രാവശ്യം സബ്സിഡി മേടിക്കാൻ 38 വർഷം മുമ്പ് എറണാകുളത്തേക്ക് ബൈക്ക് ഓടിച്ചു പോയ മനുഷ്യനാണ് ഞാൻ. എനിക്ക് സബ്സിഡി നിഷേധിക്കപ്പെട്ടു. എന്നാൽ ഇന്നോ ഏതെല്ലാം സബ്സിഡികളുണ്ട്. ഒരു ഡെന്റൽ ക്ലിനിക്ക് തുടങ്ങിയാൽ 4 ലക്ഷം രൂപ സബ്സിഡി കിട്ടും. ഇത് ജനങ്ങൾ അറിയുന്നുണ്ടെങ്കിലും അത് നല്ല വശമൊന്നും പറയുന്നില്ല. കേരളം കൊള്ളൂല എന്ന് പറയാനാണ് എല്ലാ ആളുകൾക്കും താല്പര്യം. അങ്ങനെ ഒരു വലിയ ലോബിയുണ്ട്. വ്യവസായം നടത്തുന്ന ഒരു സംരംഭകനാണ്. ആരെയും സപ്പോർട്ട് ചെയ്യാൻ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇത്തരം പ്രതികരണങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഈ നാടിനോട് കാട്ടുന്ന ഒരു നെറുകേടാണ്. കേരളം വ്യവസായത്തിന് കൊള്ളില്ല, ഇവിടെ ഒന്നും തുടങ്ങാൻ പാടില്ല എന്ന് ഈ മലയാളി കുപ്പായം ഇട്ടിരിക്കുന്ന ഈ നാട് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ഡീഗ്രേഡ് മൊയ്തുകളുണ്ട്. അവരുടെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പഴയ രാജപരമ്പരകളുടെ പിൻപറ്റുന്നവരാണ്. അവർ ചെയ്യുന്നത് മാത്രമേ ശരിയാകൂ. അവർ ചെയ്തത് മാത്രമേ ഈ നാട്ടിലുള്ളൂ. ബാക്കിയുള്ളതെല്ലാം തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, വേറെ ഒന്നും നടക്കുന്നില്ല. ഇങ്ങനെ പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ നാട്ടിൽ ഒരു കോക്കസ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായി പറയുന്നത്. അദ്ദേഹം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ദന്തൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന ഒരു കമ്പനിയുടെ ഉടമയാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് ഇന്ന് ഈ നാടിനെ കുറിച്ച് അഭിമാന പുരസ്സരം ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നെങ്കിൽ അതിലെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? ഒരു രാഷ്ട്രീയവുമല്ലെന്നേ. അത് ഒരു വ്യക്തിയുടെ അനുഭവമാണ്. ഈ നാട്ടിൽ മുൻകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. സബ്സിഡിക്ക് വേണ്ടി പോയ അവസ്ഥ. എന്നാൽ അതെല്ലാം മാറി. ഒരു വ്യവസായ മന്ത്രി ഉണ്ട്. ആ മന്ത്രിയോട് എന്ത് കാര്യത്തെക്കുറിച്ചും പറഞ്ഞാൽ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ സൊല്യൂഷൻ വ്യവസായികളെ സംബന്ധിക്കുന്നിടത്തോളം, സംരംഭകരെ സംബന്ധിക്കുന്നിടത്തോളം എത്രത്തോളം ഗുണകരമാണെന്നും ഈ നാടിന്റെ വികസനത്തിന്, ഈ നാടിന്റെ വളർച്ചയ്ക്ക് അത്തരം ഇടപെടലുകൾ ഗുണകരമായി മാറിയിട്ടുണ്ടെന്ന് ഒരു വ്യവസായി തന്നെ ഒരു മാധ്യമത്തോട് ചെന്നിരുന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കേരളം വലിയ തോതിൽ മാറിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ നാട്ടിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ചിലരുടെ കണ്ണിൽ ഒരിക്കലും കയറാൻ പോകുന്നില്ല. അവർക്ക് കുറ്റം മാത്രമേ പറയാൻ കാണൂ. അതിനപ്പുറത്തേക്ക് ഇതെല്ലാം കാലാകാലങ്ങളിൽ വന്ന മാറ്റമാണെന്നുള്ള നിലയ്ക്ക് ഇതിന്റെ എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി അടിക്കുന്ന വാചകങ്ങൾക്കപ്പുറം കേരളം മാറി എന്നുള്ള യാഥാർത്ഥ്യം ഓരോ വ്യക്തികൾക്കും അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്നുകൊണ്ട് ആധികാരികമായി പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ അത് പലർക്കും അനുഭവവേദ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വ്യവസായികൾ സംതൃപ്തരാണ്. അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവർ സംതൃപ്തരാണ്. കുറച്ച് മാധ്യമങ്ങളും അവരുടെ പിൻപറ്റി നിൽക്കുന്നവരും മാത്രമാണ് അസംതൃപ്തർ. അവരാണ് ഈ നാടിനോട് ഇല്ലാത്ത കിംവദന്തികളും കുപ്രചരണങ്ങളും പറഞ്ഞു പ്രചരിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ് ഒരു വ്യവസായിയുടെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെ കേരളത്തിലുണ്ടായ പ്രകടമായ മാറ്റവും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രി ചെയ്യുന്ന അക്ഷീണമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടുവന്ന മാറ്റം എന്തൊക്കെയെന്ന് ആധികാരികമായി വിളിച്ചു പറയാൻ തയ്യാറാകുന്നത്. ഇത് കേരളം കേൾക്കണം, മനസ്സിലാക്കണം. ഈ നാടിനെ ഇകഴ്ത്താൻ ശ്രമിക്കുന്ന ആ ഡീഗ്രേഡ് മൊയ്തുകളെ തിരിച്ചറിയേണ്ടതുണ്ട്, ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്, ആട്ടി ഓടിക്കേണ്ടതുണ്ട്. അവന്മാർ കൂടി ഈ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സമാധാനമായി, സ്വസ്ഥമായി, സുന്ദരമായിട്ടുള്ള ജീവിതങ്ങൾ നയിക്കാൻ അവസരമുണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.